ഗ്രാമപഞ്ചായത്തിലെ ലീഗാണ് ഭരിക്കുന്നത്. അവിടെ മുഖ്യ പ്രതിപക്ഷമായിട്ട് ഈ ടൈമിലുള്ളത് BJP ആണ്. പക്ഷെ അവിടെയും 4 സീറ്റുകളിലാണ് BJP മത്സരിക്കാതിരിക്കുന്നത്. അവിടെ ആളില്ല തങ്ങൾക്ക് എന്നാണ് പറയുന്നത്. ഞങ്ങളെ ശക്തി കേന്ദ്രങ്ങളിൽ മാത്രമേ ഞങ്ങൾ സ്ഥാനാർത്ഥിയെ വെച്ചിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അത് ഏഷ്യാനെറ്റുകാരൻ തന്നെ ചോദിക്കണം. ഏഷ്യാനെറ്റിൻ്റെ മുതലാളി അത് പരിശോധിച്ചാൽ മതി. ഏഷ്യാനെറ്റിൻ്റെ മുതലാളി അതെന്തുകൊണ്ടാണ് എന്ന് കൃത്യമായിട്ട് പരിശോധിച്ചാൽ മതി. കൃത്യമായിട്ട് അദ്ദേഹമല്ലേ ഈ കേരളത്തിൽ നയിക്കുന്നത് BJPയെ. അതങ്ങോട്ട് പരിശോധിക്കുക. അതാണ് അതിനുള്ള ഉത്തരം. ഞാനത് പറഞ്ഞല്ലോ, പൊളിറ്റിക്കലി അതിനുള്ള ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. 43 സീറ്റുകളിൽ കോൺഗ്രസ് BJP ലീഗ് ജയിപ്പിക്കാൻ വേണ്ടി തന്നെ ആയിരിക്കുമല്ലോ. അവർക്കെന്തെന്ന് അധികാരത്തിന് വേണ്ടി ആരുമായിട്ട് കൂട്ടുകൂടില്ലേ? ഈ പാലക്കാട് ടൗണിൽ ബൈ ഇലക്ഷനിൽ ഒരു കയ്യിൽ മറ്റേ SDPIയും ജമാഅത്തെ ഇസ്ലാമിയും, മറ്റൊരു കയ്യിൽ BJP അല്ലേ? BJPൻ്റെ 10,000 വോട്ട് ഒന്നാ പിടിച്ചോ. ഞങ്ങളിപ്പുറത്ത് SDPIൻ്റെയും ജമാഅത്തിൻ്റെയും എല്ലാ വോട്ടും ഞങ്ങൾ തന്നകളെയാ. ഇതല്ലേ അവർ സ്വീകരിച്ച നിലപാട്? അവർക്കെന്ത് മുസ്ലിം ലീഗ്, അവർക്കെന്ത് മറ്റൊരു പാർട്ടി? അധികാരത്തിന് വേണ്ടി, ആ അധികാരത്തിലൂടെ അഴിമതി നടത്തുന്നതിനുള്ള ആർത്തി മൂത്തിട്ടാണ് ഇത്തരം നിലപാടുകളെല്ലാം ഇവർ ചെയ്യുന്നത്. അതാണ് അവരുടെ പ്രശ്നം. അല്ലാതെ അവർക്ക് മറ്റൊരു ലക്ഷ്യമില്ല. ഏത് വിധത്തിലും ആരെ കൂട്ടുപിടിച്ചും ഏത് വർഗീയവാദികളെ കൂട്ടുപിടിച്ചും അധികാരത്തിൽ വരിക എന്നുള്ളതാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്, ഉദ്ദേശം വയ്ക്കുന്നത്. അത് മറ്റൊരു തരത്തിൽ BJPക്ക് ഒരു ലക്ഷ്യമുണ്ട്. ഉറപ്പല്ലേ? കോലീബി സഖ്യം നമ്മൾ കണ്ടതല്ലേ? കേരളത്തിലാകെ നടത്തിയ കോലീബി സഖ്യം ഇപ്പോഴും പലയിടങ്ങളിലും രഹസ്യമായി നടക്കുന്നു. ചിലവിടെ മറനീക്കി പുറത്തു വരുന്നു. അതാണ് പുതുനഗരം പഞ്ചായത്തിൽ ഉണ്ടാകുന്നത്. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അത് കൃത്യമായി നിങ്ങൾ പത്രക്കാർ, മാധ്യമങ്ങൾ കണ്ടുപിടിക്കുക. കുറച്ചുകൂടി ഞങ്ങളെക്കാളും നല്ല. ഞങ്ങൾക്കിപ്പോൾ തിരഞ്ഞെടുപ്പ് തിരക്കാണ്. ഞങ്ങൾ അതിൻ്റെ പിറകിൽ പോട്ടെ. നിങ്ങൾ നന്നായിട്ട് അങ്ങോട്ട് കണ്ടുപിടിക്കുക. ജില്ലയിൽ ഈ പല സ്ഥലത്തും പാർട്ടിയുടെ നേരത്തെയുള്ള പ്രാദേശിക നേതാക്കളും ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ വിമതരായി മത്സരിക്കുകയാണ്. അതിനൊരു പൊതു സംവിധാനമുണ്ട്. അപ്പോൾ വടക്കഞ്ചേരി, കിഴക്കഞ്ചേരി, കൊഴിഞ്ഞാമ്പാറ, മണ്ണാർക്കാട്, അലനല്ലൂർ, കോട്ടോപ്പാടം, ഇവിടെയൊക്കെ പാർട്ടിയിൽ പണ്ട് സജീവമായിരുന്ന ആളുകളാണ് ഇപ്പോൾ മത്സരിക്കുന്നത്. CPMലും മനുഷ്യന്മാരാണല്ലോ പ്രവർത്തി, മനുഷ്യന്മാരുടെ പാർട്ടിയാണല്ലോ. അപ്പോൾ പല ഘട്ടത്തിൽ വ്യത്യാസമുള്ള ഈ പാർട്ടിയിലും ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ഞങ്ങൾ പരിപൂർണമായി പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന ഇല്ലാത്ത ചില ആളുകൾ ഉണ്ടാകും. ഇങ്ങനെ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ചിലപ്പോൾ മത്സരിക്കാൻ ഒരു ചിന്ത വരും. നമ്മുടെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അതിന് എന്തിനാണ് നമ്മൾ തടയുന്നത്? നമ്മളെന്തിനാണ് അങ്ങനെ തടയേണ്ട കാര്യം? അവർ മത്സരിക്കട്ടെ. അവരെല്ലാം കൂടി മത്സരിക്കുമ്പോൾ ജനാധിപത്യത്തിൻ്റെ എന്താ പറയുക, ഏറ്റവും ഒരു ജനാധിപത്യത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഒരു സൗന്ദര്യം നമ്മൾ കാണുക അല്ലേ? ഞങ്ങളെ ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞ് നിങ്ങൾ ചോദിക്കണ്ട, പൊതുവായ കാര്യങ്ങൾ പറയുക. പാലക്കാട് ജില്ലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തമായി നല്ല ഉജ്ജ്വല വിജയം ഈ പാലക്കാട് ജില്ലയിൽ 13-നുണ്ടാവും. അതായിരിക്കും അതിനുള്ള മറുപടി. നിങ്ങൾ എൻ്റെ നാവ് കൊണ്ട് എന്തെങ്കിലുമെല്ലാം പറയിപ്പിക്കുക, എന്നിട്ട് നിങ്ങൾ അതിനൊരു ആഘോഷമാക്കാൻ വേണ്ടി ഒന്നും നോക്കണ്ട. അതിനുള്ള സമയമില്ല ഞങ്ങൾക്ക്. താങ്കളൊരു സിനിമാ കഥയിലെ കഥാപാത്രം മാത്രമാണെന്നാണ്. അതായത് എല്ലാം എന്നെക്കുറിച്ച് മാത്രം പറയുന്നുവെന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് താങ്കൾ എന്നെക്കുറിച്ചും അങ്ങനെ പറഞ്ഞതെന്നാണ് ശശി പറഞ്ഞിരിക്കുന്നത്. തൽക്കാലം അതിനിപ്പോൾ മറുപടിയില്ല. പോരെ ഏഷ്യാനെറ്റുകാർക്ക്? തൽക്കാലം അതിനുള്ള മറുപടിയില്ല. അതിനെക്കുറിച്ച് ചോദിക്കരുത്, മനസ്സിലായില്ലേ? ഇപ്പം അതിനെക്കുറിച്ച് ചോദിക്കരുത്. ശശിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിനും മറുപടിയില്ല. ആരെക്കുറിച്ചും ഒരാളെക്കുറിച്ചും ഇപ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒരു കമൻസും പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നതാണ്. അതാണ് അതിനുള്ള ഉത്തരം. നിങ്ങൾ വെറുതെ ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ഉത്തരം കിട്ടുന്നു നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട. അത് നിങ്ങൾ മനസ്സിലാക്കി. അങ്ങനെയൊന്നുമില്ല. പറയേണ്ട കാര്യം എപ്പോഴും പറയാൻ നല്ല ആർജവം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി എന്ന നിലയ്ക്ക് എനിക്കുണ്ട്. അത് ഏത് സമയത്തും. അതിൻ്റെ എല്ലാ പ്രശ്നം
ഇപ്പം അതിനുള്ള സമയമല്ലാന്ന്. നമുക്ക് എന്തെല്ലാം രാഷ്ട്രീയ കാര്യങ്ങളുണ്ട്. നിങ്ങൾ നോക്ക് ഇവിടെ അല്ല ഞാൻ പറയട്ടെ, നിങ്ങൾ ചർച്ച ചെയ്യേണ്ട ഇവിടെ 400 രൂപ പെൻഷൻ വർദ്ധിപ്പിച്ച് 2000 ആക്കി. 1000 വീതം വീട്ടമ്മമാർക്ക് 31,34,000 പേർക്ക് കൊടുക്കാൻ പോവുകയാണ്. 1000 രൂപ ആശാവർക്കർമാർക്ക് കൂട്ടി, അംഗൻവാടി ടീച്ചർമാർക്ക് കൂട്ടി, ഹെൽപ്പർമാർക്ക് കൂട്ടി, പാചക തൊഴിലാളികൾക്ക് കൂട്ടി, മറ്റേ ജോലി തേടി പോകുന്ന യുവതി യുവാക്കൾക്ക് 1000, CDSമാർക്ക് 1000 രൂപ. ഇങ്ങനെയുള്ള പ്രഖ്യാപനങ്ങൾ കേരളത്തിലെ ജനങ്ങളാകെ ഏറ്റെടുത്ത് വലിയ ആഹ്ലാദത്തോടുകൂടി സന്തോഷത്തോടുകൂടി 9-നും 11-നും കേരളത്തിലെ ബൂത്തുകളിൽ വന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ ഞങ്ങളിങ്ങനെ ചൊറിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഒരു ഇതിന് പുറകോട്ടടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ നടക്കാൻ പോണ കാര്യമില്ല. മാധ്യമങ്ങളൊക്കെ ഇതിനു മുമ്പും ഒരുപാട് ഞങ്ങളുടെ പുറകിൽ നടന്നിട്ട് ഞങ്ങൾ ഒരുപാട് അപവാദ പ്രചരണം നടത്തിയിട്ടുണ്ട്, തെറ്റായ പ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതെല്ലാം അതിജീവിച്ചിട്ടാണ് 2021-ൽ രണ്ടാമതും തുടർച്ചയായ ഒരു ഭരണം ഈ കേരളത്തിൽ വന്നത്. നിങ്ങൾ നന്നായിട്ട് ഈ അപവാദ പ്രചരണം തുടരുക. 2026-ൽ ഞങ്ങൾ 3ാമത് പിണറായി സർക്കാർ അധികാരത്തിൽ വരും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ഈ മുന്നണിയിലെ പ്രശ്നം പരിഹരിക്കാൻ ഈ ജില്ലാ നേതൃത്വം, CPI ജില്ലാ നേതൃത്വമായി ഉൾപ്പെടെ സംസാരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ പാർട്ടിയിലെ വിമതരുമായിട്ടുള്ള പ്രശ്നം പരിഹരിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടോ? ഞങ്ങളിപ്പോൾ ഇലക്ഷൻ പ്രവർത്തനത്തിലാണ്. ഞങ്ങൾ എല്ലാ കാര്യം ചർച്ച ചെയ്ത് പരിഹരിക്കും. മീഡിയ വണ്ണ് അതിനൊരു ആശങ്കപ്പെടേണ്ട. നിങ്ങളെന്തിനാണ് ഞങ്ങളുടെ കാര്യത്തിൽ ഒരു ആശങ്ക? എന്തൊരു ഞങ്ങൾക്കില്ലാത്തൊരു ആശങ്ക എന്തിനാണ് നിങ്ങൾക്ക്? ഞങ്ങൾ പരിഹരിച്ചോളാം. നിങ്ങൾ അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് വല്ലാതെ ടെൻഷൻ അടിക്കരുത്. നിങ്ങൾക്കിനി BP കയറരുത് കേട്ടോ. ഇത് ചിന്തിച്ചിട്ട് മീഡിയ വണ്ണിൻ്റെ മറ്റേ റിപ്പോർട്ടറിന് BP കയറാതെ നോക്കണം. കാരണം നിങ്ങളുടെയും കൂടി ഒരു ശാരീരികമായ നിലനിൽപ്പ് ഞങ്ങളുടെ ആവശ്യമാണ്. നിങ്ങളെപ്പോലുള്ള റിപ്പോർട്ടർമാർ ഞങ്ങളുടെ പാർട്ടിയെക്കുറിച്ച്, ഞങ്ങളുടെ പാർട്ടിയിലുള്ള കുഴപ്പങ്ങളെക്കുറിച്ച് നിങ്ങൾ വല്ലാതെ ചിന്തിച്ച് പ്രയാസപ്പെടണ്ട. അതിന് ഞങ്ങളുടെ പാർട്ടിയിൽ ഒരുപാട് അതിന് ഘടകങ്ങളുണ്ട്, നേതൃത്വമുണ്ട്, പാർട്ടി നേതാക്കളുണ്ട്, പല തട്ടിലുള്ള സഖാക്കളുണ്ട്. അത് അവർ ചിന്തിച്ചോളും, ചർച്ച ചെയ്തോളും, പരിഹരിച്ചോളും.